ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ശ്രീലങ്കയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ശ്രീലങ്കയിൽ പോകുമ്പം മെയിനായിട്ട് എക്സ്പെൻസ് വരുന്നത് ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ 2 വിസ, അക്കോമഡേഷൻ, പിന്നെ അവിടുത്തെ എക്സ്പെൻസും ഫുഡും ഇതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്ലൈറ്റ് നോക്കാം. ഫ്ലൈറ്റിനാണെങ്കിൽ ഞാൻ പോകുന്നതിൻ്റെ അന്നാണ് ടിക്കറ്റ് എടുത്തത്. ഏകദേശം ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതിന് ഒരു 4-5 അവേഴ്സിന് മുമ്പാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹൈ റേറ്റിനാണ് കിട്ടിയത്. 14,000 ആയി. സാധാരണ നമ്മൾ മുന്നേ ഒക്കെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഇത്രയും പ്രൈസ് ഒന്നും ആവത്തില്ല. റിട്ടേൺ വരാനും എനിക്ക് 14,500 ആയി. പിന്നെ ഞാൻ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. ശരിക്കും ഞാൻ 4 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. 1 ഡേ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തത് കാരണം എനിക്ക് എക്സ്ട്രാ 5,000 കൂടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് ഒരു നഷ്ടമായിപ്പോയി. പിന്നെ വരുന്നത് വിസയാണ്. ഞാൻ പോയ സമയത്ത് വിസ ഫ്രീ ആണ്. പിന്നെ ഇപ്പോൾ വിസ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴത്തേന് $25 എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ പോയ സമയത്ത് എനിക്ക് അവിടെ ഒരു ഫോം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു, കാശ് കൊടുക്കണ്ട. സാധാരണ വിസ എടുക്കുന്ന ആൾക്കാർക്കും ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം, പക്ഷേ കാശും കൂടെ കൊടുക്കണം. എനിക്കത് കൊടുക്കണ്ടായിരുന്നു. പിന്നെ വരുന്നത് അക്കോമഡേഷൻ. ഞാൻ 2 ദിവസം കാൻഡിയിലും 2 ദിവസം കൊളംബോയാണ് ഉണ്ടായിരുന്നത്. കാൻഡി ഔട്ടർ ആയത് കാരണം കുറച്ച് എക്സ്പെൻസ് കുറവാണ്. കൊളംബോ ഇച്ചിരി എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ കൊളംബോയിൽ എനിക്ക് ഡെയിലി 5,000 വീതവും കാൻഡിയിൽ എനിക്ക് 3,500 വീതമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ശ്രീലങ്കയിൽ ഇച്ചിരി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ്. നമ്മുടെ നാട്ടിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 3 ഇരട്ടി വിലയാണ് പൊതുവെ എല്ലാത്തിനും. വെള്ളത്തിന് ഉൾപ്പെടെ ഭയങ്കര എക്സ്പെൻസാണ്. കാരണം ആ ക്രൈസിസ് വന്നതിന് ശേഷം അവിടുത്തെ സ്ഥിതി ഇച്ചിരി മോശമാണ്. മുന്നേയൊക്കെ ആയിരുന്നെങ്കിൽ ആ ക്രൈസിസിന് മുന്നേയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന കൺട്രിയാണ്. ഇപ്പോൾ ഫുഡിനാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഫുഡിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഒരു 2,000 റുപ്പീസ് വീതം എന്തായാലും ആവും. ഫുഡിൻ്റെ എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒത്തിരിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ 2,000 രൂപയിൽ നിൽക്കത്തില്ല, കൂടുതൽ എക്സ്പെൻസ് ആവും കേട്ടോ. പിന്നെ ഡെയിലി ഒരു ട്രാവൽ എക്സ്പെൻസ് നമുക്കൊരു 4,000 റുപ്പീസ് ഒക്കെ ആവും. നമ്മൾ എൻട്രൻസ് ഫീ ഒക്കെ ഓരോരുത്തർ എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇച്ചിരി ശ്രീലങ്കയിൽ റേറ്റ് കൂടുതലാണ്. കാൻഡിയിൽ പക്ഷേ ഈ എൻട്രൻസ് ഫീ ഒക്കെ റേറ്റ് കുറവാണ്. പക്ഷേ കൊളംബോയിൽ വരുമ്പോഴത്തേനും ഭയങ്കര റേറ്റാണ് കാര്യങ്ങൾക്കൊക്കെ. ഞാൻ എയർപോർട്ടിൽ വെച്ച് കുറച്ച് മണി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഞാൻ വളരെ കുറച്ച് മണി മാത്രമേ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അത് ഭയങ്കര നഷ്ടമാണ് കിട്ടിയത്. ഏകദേശം 20,000 കിട്ടേണ്ട അടുത്ത് 23,000 രൂപ എങ്ങാണ്ട് കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് 13 അങ്ങനെ എങ്ങാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് ആരും എയർപോർട്ടിൽ വെച്ചിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യല്. ശ്രീലങ്കയിൽ പോയതിന് ശേഷം ഞാൻ മണി എക്സ്ചേഞ്ച് ചെയ്തു. പക്ഷേ ഭയങ്കര നല്ല ലാഭത്തിനാണ് കിട്ടിയത്. ഏകദേശം ഒരു 4 പൈസയോ അങ്ങനെ കണ്ടുള്ള വ്യത്യാസം കിട്ടി. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ആ രാജ്യത്ത് എത്തിയതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നെയോ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എയർപോർട്ടിൽ വെച്ച് ആരും മണി എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കില്ല. പിന്നെ 1-2 ഇടത്തൊക്കെ നമ്മൾ 1-2 2-3 ഇടത്ത് നമ്മൾ ചോദിച്ചു നോക്കണം എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ. എന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ അവിടെ സൈറ്റ് സീയിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരു ഓട്ടോ ചേട്ടനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരന് ഒരു ദിവസം 7,000 ശ്രീലങ്ക റുപ്പീസ് ആയിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത്. പിന്നെ അമ്പുലുവാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ റേറ്റ് കൂടി. അത് ഡിപ്പെൻസ്, നമ്മളിങ്ങനെ ഹയർ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യും. കൊളംബോയിൽ ഓട്ടോ ഫീ ഒക്കെ കൊടുത്താൽ മതി അവിടെയൊക്കെ ചുറ്റി കാണുന്നതിന്. വേറെ ആൾക്കാരെ ഒന്നും ഹയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാം അടുത്തടുത്ത് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ കാൻഡിയിൽ അങ്ങനെയല്ല. ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമുക്ക് കാൻഡിയിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരാളെ ഹയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. പിന്നെ കറൻസിയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ 1 രൂപ എന്ന് പറയുന്നത് ശ്രീലങ്ക റുപ്പീസിൽ 350, 365 അങ്ങനത്തെ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വലി നമ്മുടെ നാട്ടിനേക്കാളൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് അവിടെ. അതായത് ഈ ക്രൈസിസിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ. ശ്രീലങ്ക നല്ലതാണ്. നമ്മുടെ കേരളമായിട്ടൊക്കെ കുറേ സാമ്യമൊക്കെ ഉണ്ട്. നമ്മളൊരു കേരളം പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ക്ലീൻ ആണെന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ അച്ചടക്കമാണ്. ഇപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മളൊക്കെ എടുത്ത് ചാടയല്ലേ ഉള്ളൂ. അവിടെയൊക്കെ ആണെങ്കിൽ സിഗ്നലുണ്ട്, അതനുസരിച്ചൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ. അതെല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ ഇന്ത്യൻസിനോട് ഭയങ്കര സ്നേഹമുണ്ടാവും. കാരണം ഈ ക്രൈസിസിൻ്റെ സമയത്ത് നമ്മുടെ മോദി ഒത്തിരി ഹെൽപ്പൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോദിജി എന്നൊക്കെ അവർ പറയുന്നത്. അവർക്ക് ഭയങ്കര കാര്യമാണ് മോദിയോട്. അങ്ങനെ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടി നല്ലത് ചെയ്ത് കാരണം നമുക്ക് അതിൻ്റെ കുറേ ബെനിഫിറ്റ് കിട്ടി. ഒരു ഇന്ത്യനാന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സ്നേഹമാണ്. എവിടെ പോയാലും നമുക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ട് നമുക്ക്. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും ഒക്കെ ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് വഴിയിട്ടാണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിളായിട്ട് സ്കൈ സ്കാനർ വഴിയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. അഗോഡയൊക്കെ ഉണ്ട്. പക്ഷേ സ്കൈ സ്കാനറാണ് കൂടുതൽ നമുക്ക് റേറ്റിന് കുറവായിട്ട് കിട്ടുക. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ മേക്ക് മൈ ട്രിപ്പ് ആയത് കാരണം ഞാൻ എപ്പോഴും അതിലാണ്. എങ്ങനെയായാലും ഒരു 1,000 റുപ്പീസൊക്കെ മേക്ക്
മൈ ട്രിപ്പിൽ കൂടുതലായിരിക്കും. പക്ഷേ കംഫർട്ടബിൾ നോക്കിയിട്ട് ഞാൻ അത് തന്നെ ഉപയോഗിക്കുക. നമ്മൾ ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിക്ക് നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, ഹോട്ടൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് വന്നത് കേട്ടോ. അപ്പം മുന്നേ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല അഫോർഡബിളായിട്ട് പോയിട്ട് വരാൻ പറ്റുന്നൊരു നല്ല കൺട്രിയാണ് ശ്രീലങ്ക. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രീലങ്കയിൽ നമുക്ക് ചിലവ് വരുന്നത്. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ലെവലിലാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും കൂടാനും ചാൻസ് ഉണ്ട്, കുറഞ്ഞ് നമുക്ക് പോകാം. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ. പിന്നെ അതേ കണക്ക് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഞങ്ങൾ ഗേൾസ് ആയതുകൊണ്ട് ഇച്ചിരി സേഫായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2500 ഒക്കെ കിട്ടും. നമ്മൾ കുറച്ച് സേഫ്റ്റി ഇത് നോക്കിയതാണ് ഇത്രയും റേറ്റ് ആയത്. പിന്നെ ട്രാവൽ ചെയ്തതും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ടൊക്കെ പോകാം. ഞാൻ കൊളംബോയിൽ നിന്ന് കാൻഡി വരെ പോയത് ട്രെയിനിൽ. അവിടെ 1500 രൂപയായത്, അതായത് ശ്രീലങ്ക റുപ്പീസ് 1500 ആയത്, അതായത് നമ്മുടെ നാട്ടിലെ 500 റുപ്പീസ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ടാറ്റാ.